ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ നിലവിലുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് എങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അതൊരു PDF ഫയലാക്കിയിട്ട് ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ ഗാലറിയിലുള്ള ഒരു ഇമേജിനെ എങ്ങനെ PDF ഫയലാക്കി മാറ്റാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾ നേരെ നമ്മുടെ ഫോണിൽ നിന്നും ഡ്രൈവ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഡ്രൈവ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾക്ക് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക, ന്യൂ കൊടുക്കുക. അവിടെ നമ്മൾക്ക് സ്കാൻ എന്നുള്ള ഓപ്ഷൻ കിട്ടും, അതെടുക്കാം. അതെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ ഇങ്ങനൊരു ചിഹ്നം കാണാം, അതായത് ഗാലറി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിഹ്നമാണ്. അതെടുക്കുക. സോ ഗാലറിയിൽ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ക് എടുക്കാം, ആഡ് കൊടുക്കുക. ഇപ്പോൾ ഒരു പിക്ക് ആഡ് ആയിട്ടുണ്ട്. ഇവിടെ റീടേക്ക് ഉണ്ട്, അതിനെ ക്രോപ്പ് നമ്മൾക്ക് ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് നമ്മൾക്ക് ഏത് രീതിയിലാണ് ഏതൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതുപോലെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പം നമ്മൾ നിലവിലൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ കൊടുക്കുക. അപ്പോൾ നമ്മളിത് ചെയ്തു, അതിനുശേഷം ജസ്റ്റ് ഇവിടെ ഡൺ കൊടുക്കുക. പിന്നെ ഓർമ്മിക്കേണ്ട കാര്യം, നിർബന്ധമായിട്ടും ഇപ്പം സേവ് ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് മൊബൈൽ ഡാറ്റയോ അല്ലെങ്കിൽ വൈഫൈയോ കൃത്യമായിട്ട് ഓണാക്കി വെക്കുക. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, പ്ലാനോ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക, എന്നിട്ട് സേവ് അടിക്കുക. ഓക്കെ, അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വിടുന്നത് ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ കൊടുക്കാം. സെൻഡ് എ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ സെൻഡ് എ കോപ്പി എടുത്തിട്ട് ഏതൊരു വാട്സപ്പിലേക്ക് വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ വാട്സപ്പോ ബ്ലൂടൂത്തോ ജിമെയിലോ എവിടെ വേണമെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഫോണിലുള്ള ഒരു ഇമേജ് വേറൊരു എക്സ്റ്റേണൽ ആയിട്ടൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാണ്ട് തന്നെ ഡ്രൈവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ PDF ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അതുതന്നെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അവർ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇത്രത്തോളം സൂം ചെയ്യാൻ വേണ്ടി പറ്റും, കണ്ടില്ലേ? അതൊരു പ്രോബ്ലം ഇല്ല, നല്ല ക്വാളിറ്റിയിൽ അത് കിട്ടുന്നതാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഒരു ഫയൽ ഇതേപോലെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, PDF ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു ഫോട്ടോ, നമ്മുടെ ഫോണിലുള്ള ഫോട്ടോ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻ്റ് ഫോട്ടോ ആയിക്കോട്ടെ എടുത്തിട്ട് എങ്ങനെയാണ് PDF ആയിട്ട് അവർക്ക് അയച്ചു കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ മറ്റ് സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശമോ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.